കേരളത്തിൽ LDF അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി ആരാകുമെന്ന് ഫലം വന്ന ശേഷം കൂട്ടായി തീരുമാനിക്കുമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ചർച്ചകൾക്കായി യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. 85-ൽ കുറയാതെ സീറ്റുകൾ കിട്ടുമെന്നും ബംഗാളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റിച്ച് ഇടതുമുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും PP അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തിൽ LDFന് ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന CPM കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച അനൗപചാരിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞോ? VS അച്യുതാനന്ദനോ പിണറായി വിജയനോ എന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് കുഴക്കിയ ചോദ്യത്തെ ഫലം വന്ന ശേഷം അഭിമുഖീകരിക്കുമ്പോഴും വെല്ലുവിളികൾ കുറയില്ല. VSന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന് കരുതുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 20-ാം തീയതി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തും. ഇരു നേതാക്കളെയും അതൃപ്തരാക്കാതെ എങ്ങനെ തീരുമാനമെടുക്കാമെന്നതാകും യെച്ചൂരിക്ക് മുന്നിലെ പ്രതിസന്ധി. We have told you earlier that we will tell you, we will sit down, decide what all the matters after the elections and let the results be declared on 19th, we'll tell you. 85-ൽ കുറയാതെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളെ കൂട്ടാതെ CPM കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. Well, I don't think it will be anywhere. It will be anything less than 85 seats. It will be only above that. ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയ CPIMന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നില്ലെങ്കിലും നേതാക്കൾ ആത്മവിശ്വാസം കൈവടിയുന്നില്ല. വൈകാരികമായി മമതാ ബാനർജിക്ക് വോട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന 163-ൽ പരം സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് CPM സഖ്യത്തിന് 294-ൽ 140-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നതിന് മുൻകൈയെടുത്ത സീതാറാം യെച്ചൂരിക്ക് ഫലം തിരിച്ചടിയായാൽ പാർട്ടിക്കകത്ത് പഴി കേൾക്കേണ്ടി വരും. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.